Hello everyone, welcome to this video. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ടു ഡയമെൻഷണൽ അറേ പറ്റിയിട്ടാണ്. സോ നമുക്കറിയാം എന്താണ് ടു ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഓക്കെ, ടു ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ഡയമെൻഷണൽ അറേ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടു ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടു ഡയമെൻഷണൽ അറേൻ്റെ ഇനീഷ്യലൈസേഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ഇനീഷ്യലൈസേഷൻ എന്നുള്ളത് പറയാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഞാനിത് പറഞ്ഞതാണ്, ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു വാരിയബിൾ ഡിക്ലറേഷൻ മാത്രമാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പറയാം വാരിയബിൾ ഡിക്ലറേഷൻ എന്നാണ്. അതായത് പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു വാരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇതിലേക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ഇനീഷ്യലൈസേഷൻ. ഇതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. തുടക്കത്തിൽ അതിലേക്കൊരു വാല്യൂവിനെ അസൈൻ ചെയ്യുക, അതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. ഓൾറെഡി ഒരു വൺ ഡയമെൻഷണൽ അറേ, 2D അറേ അല്ല, ഒരു വൺ ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എക്സ് ഓഫ് 5 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു അറേയാണ്, അതിലേക്ക് നമ്മൾ 5 വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം എന്ന് പഠിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്ന് കൊടുത്തിട്ട് ഈ ഒരു ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ. ഈ രീതിയിൽ ഒരു വൺ ഡയമെൻഷണൽ അറേനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ടു ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ടു ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് സെയിം, അതായത് വൺ ഡയമെൻഷണൽ അറേ ചെയ്തതുപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് ലിസ്റ്റ് ഓഫ് ഇനീഷ്യൽ വാല്യൂസ് എൻക്ലോസ്ഡ് ഇൻ ബ്രേസസ്. അതായത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ് കൊടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ടു ഡയമെൻഷണൽ അറേയും ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതായത് വൺ ഡയമെൻഷണൽ അറേ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ടേബിൾ 2, 3. അപ്പോൾ നമുക്കറിയാം ടേബിൾ എന്ന് പറയുന്നത് ഒരു ടു ഡയമെൻഷണൽ അറേയാണ്, അതിൻ്റെ പേരാണ്. ഇനി അതിൻ്റെ റോ സൈസ് എത്രയാണ്? റോ സൈസ് എന്ന് പറയുന്നത് 2 ആണ്. അതിൻ്റെ കോളം സൈസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 × 3 അല്ലേ, 2 × 3, അതായത് വി ക്യാൻ സ്റ്റോർ വാല്യൂസ് 6 വാല്യൂസ്. എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യുക? 6 വാല്യൂസ് സ്റ്റോർ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ടു ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ പേര് ടേബിൾ എന്നാണ്. ഇനി അതിലേക്ക് കുറച്ച് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഐ എം ഗിവിങ് 6 വാല്യൂസ്. അതായത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസിൻ്റെ ഉള്ളിൽ കൊമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 0, 0, 0, 1, 1, 1. കൊമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുത്തു, സെമിക്കോളൻ. ഈ രീതിയിലാണ് ഒരു ടു ഡയമെൻഷണൽ അറേനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്തു, അറേൻ്റെ പേര് കൊടുത്തു, പിന്നെ റോ സൈസ്, കോളം സൈസ്, പിന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ഓഫ് വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടേബിൾ എന്ന് പറയുന്ന പേരിൽ നമുക്ക് കിട്ടുന്നത് ഒരു ടു ഡയമെൻഷണൽ അറേയാണ്, ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇതിലേക്ക് റോ വൈസ് ആയിട്ട് വാല്യൂസ് ആഡ് ചെയ്യും. റോ വൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് റോ പിന്നെ സെക്കൻഡ് റോ, ആ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 6 വാല്യൂസ് ആണ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന വാല്യൂ 0 അതിവിടെ വരും, പിന്നെ അടുത്ത വാല്യൂ 0 ഇവിടെ വരും, പിന്നെ അടുത്ത വാല്യൂ 0 ഇവിടെ വരും. അപ്പോൾ ഫസ്റ്റ് റോ ഫില്ല് ചെയ്തതിന് ശേഷമാണ് അടുത്ത റോ ഫില്ല് ചെയ്യുന്നത്. പിന്നെ വരുന്ന 1 ഇവിടെ ഫില്ല് ചെയ്യും, പിന്നെ വരുന്ന 1 ഇവിടെ സ്റ്റോർ ചെയ്യും, പിന്നെ വരുന്ന 1 ഇവിടെ സ്റ്റോർ ചെയ്യും. സോ ഈ രീതിയിൽ ടേബിൾ എന്ന് പറയുന്ന അറയിലേക്ക് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് 0th റോ ആണ്, ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് 0th കോളം, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. ഇനി ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? നമുക്കറിയാം ടേബിൾ ഓഫ്, ആദ്യം റോ നമ്പർ കൊടുക്കും. റോ നമ്പർ എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ കോളം നമ്പർ എത്ര തന്നെയാണ്? 1 ആണ്. അപ്പോൾ 1, 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. ഇനി ഇതിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യണം? ടേബിൾ ഓഫ് റോ നമ്പർ എത്രയാണ്? 0 ആണ്. കോളം നമ്പർ 2 ആണ്. 0, 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏത് ലൊക്കേഷൻ ആയിരിക്കും? ഈ ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടു ഡയമെൻഷണൽ അറേ എന്ത് ചെയ്യും? വാല്യൂസ് ഈ രീതിയിൽ സ്റ്റോർ ചെയ്യും.
ഓക്കെ, സെയിം തിങ് ഇവിടെ കൊടുത്ത അതേ കാര്യം നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ഇൻറ്റ് ടേബിൾ ഓഫ് 2 3 ഈസ് ഈക്വൽ ടു 0 0 0 1 1 1. അതായത് 0 0 0 കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഇൻഫോർമാറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുക്കാം. അതായത് ഫസ്റ്റത്തെ റോ കഴിഞ്ഞു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുത്തു. അതിനുശേഷം വീണ്ടും കൊമ്മ ഇട്ടു, അഗെയിൻ ഒരു എക്സ്ട്രാ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് കൊടുത്തിട്ട് രണ്ടാമത്തെ റോൻ്റെ വാല്യൂസ് ഇങ്ങനെ കൊടുത്തു. ഇനി അതിനുശേഷം അത് എക്സ്ട്രാ ഓപ്പണിങ് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഓപ്പണിംഗ് ബ്രേസ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു, ദെൻ സെമിക്കോളൻ. ഈ രീതിയിൽ നമുക്ക് ഒരു 2 ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യാം. സോ ഇങ്ങനെയും ഇനീഷ്യലൈസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് മെത്തേഡും ഇത് രണ്ടും എന്തുതന്നെയാണ്, സെയിം ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെയിം രീതിയിൽ തന്നെയാണ് വാല്യൂസിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ആദ്യം എന്ത് കൊടുക്കും, ഡാറ്റ ടൈപ്പ് കൊടുക്കും. ഡാറ്റ ടൈപ്പ് അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് അറേൻ്റെ നെയിമാണ് അല്ലേ. ടേബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എന്താണ്, അറേൻ്റെ നെയിമാണ്. എന്നിട്ട് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റോ സൈസ് കൊടുക്കും. ദെൻ അഗെയിൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കോളം സൈസ് കൊടുക്കും. ദെൻ നമ്മൾ ഈക്വൽ ടു കൊടുക്കും. ദെൻ ഓപ്പണിംഗ് ബ്രേസ് കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ലിസ്റ്റ് ഓഫ് വാല്യൂസ്. അതായത് നമ്മുടെ 2 ഡയമെൻഷണൽ അറേയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് കൊടുക്കും, ക്ലോസിംഗ് ബ്രേസ്, സെമിക്കോളൻ. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ്. ഓക്കെ, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, റോ സൈസ്, കോളം സൈസ്, ഇത് രണ്ടും സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു. ഈക്വൽ ടു എന്നിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ഓഫ് വാല്യൂസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊമ വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ സെമിക്കോളൻ. ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമാറ്റ്. ഓക്കെ, സോ വി ക്യാൻ ഓൾസോ ഇനീഷ്യലൈസ് ഇൻ ദ ഫോം ഓഫ് എ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഈ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻറ്റ് ടേബിൾ ഓഫ് 2 3 എന്നും പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബ്രേസ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു മെട്രിക്സിൻ്റെ ഫോർമാറ്റിലാണ്. അത് ഒരു ഓപ്പണിംഗ് കൊടുത്തു, ഒരു ക്ലോസിങ്, സെമിക്കോളൻ ഇട്ടു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, 0 0 0 എന്ന് ഒരു ഇതിലായിട്ട് കൊടുത്തു, കൊമ 1 1 1 1 എന്ന് കൊടുത്തു, 3 1 കൊടുത്തു. അപ്പോൾ നേരത്തെ ഇവിടെ ഉള്ള സെയിം സംഭവം തന്നെയാണ്, പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ഒരു മെട്രിക്സിൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യും, സെയിം രീതിയിൽ തന്നെ ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ടേബിൾ എന്ന് പറയുന്ന പേരിൽ ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് ഇങ്ങനെ 0 0 0 1 1 1 എന്ന് പറയുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഇനീഷ്യലൈസേഷൻ ഇൻ ദ ഫോം ഓഫ് എ മെട്രിക്സ്. അടുത്തതാണ് സ്കിപ്പിംഗ് റോ സൈസ്. നമുക്ക് വേണമെങ്കിൽ റോ സൈസ് സ്കിപ്പ് ചെയ്യാം. അതായത് ഈ രീതിയിൽ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ടേബിൾ, ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്തു, ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ഇവിടെ സാധാരണ കൊടുക്കുക എന്താണ്, റോ സൈസാണ്, അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം കോളം സൈസ് 3 കൊടുത്തു. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര വാല്യൂസാണ്, 6 വാല്യൂസാണ്. അപ്പോൾ നമുക്കറിയാം മൊത്തം 6 വാല്യൂസ് ഉണ്ട്, കോളം സൈസ് 3 ആണ്. അപ്പോൾ 3നെ നമുക്കറിയാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എത്ര വരുന്നത്, 6 വരുന്നത്. അപ്പം കമ്പൈലർ ഇത് എന്ത് ചെയ്യും, കമ്പൈലർ കാൽക്കുലേറ്റ് ചെയ്തോളും. കമ്പൈലർ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റോ സൈസ് ആയിട്ട് എത്ര ഇട്ടോളും, 2 ഇട്ടോളും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറേയുടെ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ അറേയുടെ റോ സൈസ് സ്കിപ്പ് ചെയ്യാം. വി ക്യാൻ സ്കിപ്പ് റോ സൈസ് ഇഫ് വി വോണ്ട്. അതായത് നമുക്ക് കോളം സൈസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എനിവേ വി ക്യാൻ സ്കിപ്പ് റോ സൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ച്, ഇനിയിപ്പോൾ നമ്മളിവിടെ 8 വാല്യൂസ് കൊടുത്താലോ, അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു 12 വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ കാൽക്കുലേറ്റ് ചെയ്തോളും. അതായത് 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്, 4 കൊണ്ടാണ്. അപ്പോൾ കമ്പൈലർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, 4 എന്ന് ഇട്ടോളും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ചിട്ട് കമ്പൈലർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സൈസ് ഇട്ടോളും. സോ വി ക്യാൻ സ്കിപ്പ് ദ റോ സൈസ്. അപ്പോൾ ഈ ഒരു കേസിലും വാല്യൂസ് എന്ത് ചെയ്യും, ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും. അതായത് റോ വൈസ് ആണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് റോ, പിന്നെ സെക്കൻഡ് റോ, പിന്നെ തേർഡ് റോ, ആ രീതിയിലാണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നത്. സോ വി ക്യാൻ സ്കിപ്പ് ദ റോ സൈസ് ഇഫ് വി വാണ്ട്. ഓക്കെ, നിർബന്ധമുള്ള കാര്യമല്ല, വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോ സൈസ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മിസ്സിംഗ് വാല്യൂസ് ആർ സെറ്റ് ടു 0. അതായത് നമ്മൾ വാല്യൂസ് എന്തെങ്കിലും ഒഴിവായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മിസ്സിംഗ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്കറിയാം ഇൻറ്റ് ടേബിൾ 2 3.
അതായത് ഇങ്ങനെയുള്ള ഒരു അറയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ടേബിൾ എന്നാണ്. ഇതിൽ 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. ആസ് യു ക്യാൻ സീ ഹിയർ, ഇവിടെ 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. ഒരു ഓപ്പണിംഗ് കൊടുത്തു, ക്ലോസിങ് കൊടുത്തു, അതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് റോ 1 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്താണ്? റോ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ എങ്ങനെയായിരുന്നു? ഇതെന്തായിരുന്നു? ഇത് റോ 1 ആയിരുന്നു. അതേപോലെ തന്നെ ഇതെന്തായിരുന്നു? റോ 2 ആയിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് വാല്യൂസ് 3ഉം ഇവിടെ 3ഉം വാല്യൂസ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇവിടെ നോക്കുന്ന സമയത്ത് വാല്യൂസ് മിസ്സിംഗ് ആണ്. ശരിക്കും ഫസ്റ്റ് റോയിൽ എത്ര വാല്യൂസ് വരണം? 3 വാല്യൂസ് വരണം. ഇപ്പോൾ എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? 2 വാല്യൂസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ 1 വാല്യൂ ഈസ് മിസ്സിംഗ് ഫ്രം ഫസ്റ്റ് റോ, അല്ലേ? റോ 1ൽ 1 വാല്യൂ മിസ്സിംഗ് ആണ്. രണ്ടാമത്തെ റോ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 വാല്യൂസ് മിസ്സിംഗ് ആണ്. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യം 1ഉം 1ഉം ഇനീഷ്യലൈസ് ചെയ്യും. അതിനുശേഷമുള്ള വരുന്ന മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസിനെ 0 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് മിസ്സിംഗ് വാല്യൂസ് ആർ സെറ്റ് ടു 0. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഈ ക്ലോസിങ് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ കഴിഞ്ഞു എന്നാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ റോ നോക്കുന്ന സമയത്ത് ഇവിടെ 2 ഇവിടെ സ്റ്റോർ ചെയ്യും. അതിനുശേഷം വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ബാക്കിയുള്ളതിനെ 0 വെച്ചിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാല്യൂസ് കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂസിനെ 0 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വി ക്യാൻ ഹാവ് അപ്പോൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഹാവ് എ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ ഇനീഷ്യലൈസിങ് ടു 0. അത് ഇവിടെ പറഞ്ഞ ഈ കാര്യം ഉപയോഗിക്കാം. അതായത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ്, ഇൻറ്റ് m of 3 5. അതിൻ്റെ അർത്ഥം 3 റോസും 5 കോളംസും ഉള്ള ഒരു 2 ഡയമെൻഷണൽ അറയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു അറയായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇതിൻ്റെ പേര് m എന്നാണ്. ഇങ്ങനെ ഒരു അറയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്ര റോസ് ഉണ്ട്? 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 5 കോളംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ വി ക്യാൻ ഹാവ് എ ഷോർട്ട് കട്ട് ഫോർ ഇനീഷ്യലൈസിങ് ടു 0. 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ കൊടുത്തു, ഇതാണ് ഓപ്പണിംഗ് ബ്രേസ്, ഇതാണ് ക്ലോസിംഗ് ബ്രേസ്. ഇതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുത്തിട്ട് കൊമ ഇട്ടു. ദാറ്റ് മീൻസ് എക്സ്ട്രാ ഓപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് ഈസ് ഫോർ റോ 1, ഫസ്റ്റത്തെ റോ ആണ്. അതേപോലെ തന്നെ കൊമ ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു എക്സ്ട്രാ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്. അതിൻ്റെ അർത്ഥം ഇതെന്താണ്? ദിസ് ഈസ് ഫോർ റോ 2. എഗെയിൻ നമ്മളത് കൊമ ഇട്ടിട്ട് ക്ലോസ് ചെയ്തു. എഗെയിൻ നമ്മൾ 0 എന്ന് കൊടുത്തു. സോ ദിസ് ഈസ് ഫോർ റോ 3. 3 റോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 റോസ് ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് റോയിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് റോയിൽ ഒരു വാല്യൂ ഉണ്ട്. സോ 0 കൊടുത്തു. ഇനി നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി കംപ്ലീറ്റ് റോ 1 കംപ്ലീറ്റ് എന്തായിട്ട് സെറ്റ് ചെയ്യും? 0 ആയിട്ട് സെറ്റ് ചെയ്യും, അല്ലേ? നേരത്തെ നമ്മളിവിടെ പഠിച്ചു, ഒരു 2 1 ഇങ്ങനെ 2 വാല്യൂസ് കൊടുത്ത സമയത്ത് ഒരു റോ കഴിഞ്ഞു, അല്ലേ? ഫസ്റ്റ് റോ കഴിഞ്ഞു, റോ 1 കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ബാക്കിയുള്ളത് 0 വെച്ച് സെറ്റ് ചെയ്തു. ഇവിടെ 2 കൊടുത്തു, ബാക്കിയുള്ളത് 2 മാത്രമായതുകൊണ്ട് ബാക്കിയുള്ളത് 0 വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു 0 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 0 ഇവിടെ സെറ്റായി, ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി 0 വെച്ച് സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ റോയിലേക്ക് വന്നു, ഒരു 0 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി വിൽ ബി സെറ്റ് ടു 0. എഗെയിൻ അത് തേർഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു റോ 0 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ഇവിടെ 0 കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ വിൽ ബി ഓട്ടോമാറ്റിക്കലി സെറ്റ് ടു 0. ഓക്കെ, സോ ഈ ഒരു സംഭവം നമുക്കൊരു ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് വി ക്യാൻ സെറ്റ് 0. അതായത് കുറേ വാല്യൂസിനെ 0 ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് മിസ്സിംഗ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി ആ മിസ്സിങ് വരുന്നത് റോ, അതിൻ്റെ ആ റോയിൽ മിസ്സിങ് വരുന്ന കാര്യങ്ങൾ എന്തായിട്ട് സെറ്റ് ചെയ്യും? 0 ആയിട്ട് സെറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് 2 ഡയമെൻഷണൽ അറേൻ്റെ ഇനീഷ്യലൈസേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചത് 2 ഡയമെൻഷണൽ അറേനെ പറ്റിയിട്ടാണ്. 2 ഡയമെൻഷണൽ അറേ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടേബിൾ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ 2 ഡയമെൻഷണൽ അറേ ടേബിൾ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്തു. അതിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് മൾട്ടി ഡയമെൻഷണൽ അറേ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അറേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3.
ദാറ്റ് ഈസ് വൺ ഡയമെൻഷണൽ അറേ ഓൾറെഡി നമ്മൾ പഠിച്ചു. വൺ ഡയമെൻഷണൽ അറേയിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആണ്, ലിസ്റ്റ് ഓഫ് വാല്യൂ, അതായത് അതിന് ഒരു സബ്സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലേ, ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അറേനെയാണ് വൺ ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഇനി ടു ഡയമെൻഷണൽ അറേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടേബിൾ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് എത്ര സബ്സ്ക്രിപ്റ്റ് ഉണ്ട്? അതിന് 2 സബ്സ്ക്രിപ്റ്റ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ഇതിന് എന്തുണ്ടാവും? ഒരു റോ സൈസ് ഉണ്ടാകും, അതേപോലെ തന്നെ അതിനൊരു കോളം സൈസും ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള അറേനെയാണ് നമ്മൾ എന്ത് പറയുക? ടു ഡയമെൻഷണൽ അറേ എന്ന് പറയുക. ഇനി അടുത്തതാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. അപ്പോൾ എന്തായിരിക്കും ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ? മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ അല്ലെങ്കിൽ 2ഓ അതിൽ കൂടുതലോ ഡയമെൻഷൻസ് ഉള്ള സബ്സ്ക്രിപ്റ്റുകളുള്ള അറേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള ലിസ്റ്റ് ഓഫ് വാല്യൂസ്, അതായത് കുറച്ച് സ്റ്റുഡൻസിൻ്റെ മാർക്ക് ആവാം, കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഏജ് ആവാം, കുറച്ച് ആളുകളുടെ പേരുകളാവാം, അതേപോലെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകളുടെ പേര് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? നെയിം നമുക്ക് അറേ ആയിട്ട്, വൺ ഡയമെൻഷണൽ അറേ ആയിട്ടല്ല പറയുന്നത്. നെയിം നമ്മൾ കുറച്ച് ആളുകളുടെ പേര് എന്ന് പറയുമ്പോൾ അതൊരു ടു ഡയമെൻഷണൽ അറേ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, എനിവേ കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് വൺ ഡയമെൻഷണൽ അറേൻ്റെ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി ടു ഡയമെൻഷണൽ അറേ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ടേബിൾ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേനെ പറ്റിയിട്ടാണ്. സോ ഇത് പഠിക്കുന്നതിന് മുന്നേ എവിടെയാണ് വേർ വി വിൽ യൂസ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. സോ ഈ മൾട്ടി ഡയമെൻഷണൽ അറേ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ്, ഫോർ എക്സാമ്പിൾ 2 വർഷത്തേക്ക്, അതായത് ഇയർ 1 ആൻഡ് ഇയർ 2, 2 വർഷത്തേക്ക്, അതായത് 12 മാസം, അതായത് ഓരോ മാസവും, അതായത് ഓരോ കൊല്ലവും എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളുണ്ട്. സോ 2 വർഷത്തേക്ക് ഓരോ മന്തിലും 5 സിറ്റീസിൽ റെക്കോർഡ് ചെയ്ത റെയിൻഫാളിൻ്റെ ഒരു ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ടേബിൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് എം ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അറേ. ഓക്കെ, സോ എങ്ങനെയാണ് 3 ഡയമെൻഷൻസ് വരുന്നത്? 2 വർഷത്തിൽ, 2 ഇയേഴ്സിൽ, ഓരോ മന്തിൽ, അതായത് 12 മന്ത്സിൽ, മന്ത് 1 മുതൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മന്ത്സിൽ 5 ഡിഫറെൻറ്റ് സിറ്റീസിൽ, ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ചെന്നൈ, മുംബൈ, ഡൽഹി, TVM ആൻഡ് കൊച്ചി, ഇങ്ങനെയുള്ള 5 ഡിഫറെൻറ്റ് സിറ്റീസിൽ റെക്കോർഡ് ചെയ്ത റെയിൻഫാളിൻ്റെ ഒരു ഡാറ്റ നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ 2 ഡയമെൻഷൻസ് അല്ല നമുക്കുള്ളത്, നമുക്കിവിടെ 3 ഡയമെൻഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ് 3 ഡയമെൻഷൻസ്? നമ്മളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയർ എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ, നമുക്കിവിടെ 2 ഇയറിലുള്ള ഡാറ്റ ഉണ്ട്. സോ ഇയർ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ, അതേപോലെ തന്നെ മന്ത് എന്ന് പറയുന്ന വേറൊരു ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ആണുള്ളത്. 1 മുതൽ 12 വരെ 12 മന്ത്സ് ആണുള്ളത്. സോ മന്ത് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ. അതേപോലെ തന്നെ സിറ്റി എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ ഡയമെൻഷൻ, ദാറ്റ് ഈസ് എത്ര സിറ്റീസ് ആണുള്ളത്? 5 ഡിഫറെൻറ്റ് സിറ്റീസ് ആണുള്ളത്. സോ സിറ്റി എന്ന് പറയുന്ന ഡയമെൻഷൻ. സോ ഹിയർ വി ആർ ഹാവിങ് 3 ഡയമെൻഷൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വി നീഡ് എ മൾട്ടി ഡയമെൻഷണൽ അറേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളൊരു പ്രോഗ്രാമിൽ എക്സ് എന്ന് പറയുന്ന വാരിയബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യണം. അതേപോലെ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വി ഷുഡ് ഡിക്ലെയർ ദാറ്റ് മൾട്ടി ഡയമെൻഷണൽ അറേ. സോ മൾട്ടി ഡയമെൻഷണൽ അറേൻ്റെ ഡിക്ലറേഷനാണ്, അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ് 1, സൈസ് 2, സൈസ് 3, എറ്റ്സെട്ര, സൈസ് എം അല്ലെങ്കിൽ സൈസ് എൻ, പിന്നെ സെമിക്കോളൻ. അതായത് എത്ര സൈസ് ആണുള്ളത് അല്ലെ. നമ്മളിപ്പോൾ ഒരു 2 ഡയമെൻഷണൽ അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക?
ആദ്യം നമ്മളൊരു ഡാറ്റ ടൈപ്പ് കൊടുക്കും, ഫോർ എക്സാമ്പിൾ ഇൻറ്റ്. പിന്നെ നമ്മൾ അതിൻ്റെ പേര് കൊടുക്കും, ടേബിൾ എന്ന് കൊടുക്കും. പിന്നെ ഒരു 2 ഡയമെൻഷണൽ അറേ ആണെന്നുണ്ടെങ്കിൽ അതിന് 2 സൈസ് ആയിരിക്കും ഉണ്ടാവുക, സൈസ് 1 സൈസ് 2, അതായത് റോ സൈസ് കോളം സൈസ്. ഞാനിപ്പം ഇങ്ങനെ കൊടുത്തു 2 3 എന്ന് കൊടുത്തു, പിന്നെ സെമി കോളൻ. ഇങ്ങനെയാണ് നമ്മളൊരു 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അതൊരു മൾട്ടി ഡയമെൻഷണൽ അറേ ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് കൊടുക്കും, അറേ നെയിം കൊടുക്കും, ഫസ്റ്റത്തെ സൈസ് എത്രയാണെന്ന് കൊടുക്കും, സൈസ് 1, പിന്നെ സെക്കൻഡ് സൈസ് എത്രയാണെന്ന് കൊടുക്കും, സൈസ് 2, ഇവിടെ തേർഡ് സൈസ് എത്രയാണെന്ന് കൊടുക്കും, സൈസ് 3, എറ്റ്സെട്ര nth സൈസ്, അതായത് mth സൈസ് നമ്മൾ കൊടുക്കും. അതായത് നമ്മളിവിടെ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, റോ സൈസ് കോളം സൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 2 ഡയമെൻഷൻസ് അല്ല, റോവും കോളും മാത്രമല്ല ഉള്ളത്, ഇവിടെ നമുക്ക് 2ൽ കൂടുതൽ ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ പറയുന്നത്, സൈസ് 1, സൈസ് 2, സൈസ് 3 ആ രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ സി അലോസ് 3 or more dimensions, 3ഓ അതിൽ കൂടുതലോ ഡയമെൻഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സി അലോ ചെയ്യുന്നുണ്ട്. സോ അത് ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ സിൻടാക്സ് ഫോർ മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കണ്ട ഈ ഒരു ഡാറ്റ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻ്റ് ആണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതായത് എല്ലാത്തിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇൻ്റ് ആണ്. എല്ലാത്തിലും ഇവിടെയുള്ള എല്ലാ ലൊക്കേഷൻസിലും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റീജർ വാല്യൂസ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻറ്റ് സർവേ, അറേൻ്റെ പേരാണ് സർവേ, സൈസ് 1 ആണ് 2, സൈസ് 2 ആണ് 5, സൈസ് 3 ആണ് 12. അപ്പോൾ എന്താണ് ഈ 2 എന്ന് പറയുന്ന ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇയറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2 എന്ന് പറയുന്ന ഈ ഒരു സൈസ് കൊടുക്കുന്നത്, അല്ലേ. ഇവിടെ 2 വർഷത്തെ ഡാറ്റ ഉണ്ട്, ഇയർ 1ലേതും ഇയർ 2ലേയും 2 വർഷത്തെ ഡാറ്റ ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റത്തെ ഡയമെൻഷനായിട്ട് കൊടുക്കുന്നത് ഇയർ എന്ന് പറയുന്ന ഡയമെൻഷനാണ്. ദെൻ വി ആർ ഹാവിങ് 5 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ സിറ്റീസ് ആണ്. 5 സിറ്റീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി 5 സിറ്റീസ് ആണ് നമുക്കുള്ളത്. സോ സിറ്റി എന്ന് പറയുന്ന ഡയമെൻഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 12 നമുക്കറിയാം, 12 മന്ത് ഉണ്ട് നമുക്ക്, 1 മുതൽ 12 വരെയുള്ള 12 മന്ത്സിലേക്കുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 12 എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. സോ ഇത് മന്ത്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതാണ് 3ാമത്തെ സൈസായിട്ട് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ സെമിക്കോളം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആൻ ഡിക്ലറേഷൻ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻ. അതിൻ്റെ പേരെന്താണ്, സർവേ ആണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു അറേ എന്ന് പറയുന്നത് എന്തായിരുന്നു. അറേൻ്റെ ഡെഫിനിഷൻ, അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ഐറ്റംസ്. അറേയിൽ നമുക്ക് ഒരേപോലെയുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അതിപ്പോൾ 1 ഡയമെൻഷണൽ അറേ ആയാലും, ഇനി ഇങ്ങനത്തെ ഒരു 2 ഡയമെൻഷണൽ അറേ ആയാലും, ഇനി അതൊരു മൾട്ടി ഡയമെൻഷണൽ അറേ ആയിക്കഴിഞ്ഞാലും അതിൽ നമുക്ക് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, സെയിം ടൈപ്പ് ഡാറ്റ. അറേയിൽ ഒരിക്കലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ ഇൻറ്റ് എന്ന് പറഞ്ഞൊരു ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അറേയിലുള്ള എല്ലാ ലൊക്കേഷൻസിലും നമുക്ക് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻറ്റീജർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടൽ എത്ര എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം, 120 എലമെൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കുക, ഇൻറ്റ് ടേബിൾ ഓഫ് 2 3. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുക, 2 × 3, അതായത് 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് സർവേ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ, അതിൻ്റെ ഫസ്റ്റ് സൈസ് 2, സെക്കൻഡ് സൈസ് 5, തേർഡ് സൈസ് 12. അപ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, 120 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് 2 × 5 10, 10 × 12 120, 120 എലമെൻറ്റ്സിനെ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 120 ലൊക്കേഷൻസിലും നമുക്ക് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻറ്റീജർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ആ 120 ലൊക്കേഷൻസ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇവിടെ 1 × ഇവിടെ 12 ലൊക്കേഷൻസ്. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ സെയിം 12 ലൊക്കേഷൻസ് ഇവിടെ, അതേപോലെ തന്നെ സെയിം 12 ലൊക്കേഷൻസ് ഇവിടെ, സെയിം 12 ലൊക്കേഷൻസ് ഇവിടെ, 12 ലൊക്കേഷൻസ് ഇവിടെ. ടോട്ടൽ 60 ലൊക്കേഷൻസ് ഉണ്ട് ഫോർ ഇയർ 1. ഇനി രണ്ടാമത്തെ ഇയറിലും അതേപോലെ തന്നെ ടോട്ടൽ 60. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 120 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 120 വാല്യൂസ് എന്ത് ചെയ്യുക, ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയണം, എത്രാമത്തെ ഇയർ ആണെന്ന് പറയണം, അല്ലേ. ഇയർ 2 ആണെന്ന് പറയണം. ഇനി വേറെന്ത് പറയണം, പിന്നെ നമുക്ക് സിറ്റി ഏതാണെന്ന് പറയണം, മുംബൈ ആണ്.
ഓക്കെ, മുംബൈ എന്ന് പറയുന്ന സിറ്റിയാണ്. ഓക്കെ, ഇനി മന്ത് ഏതാണ്? മന്ത് 8 ആണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞാലേ ഈ ഒരു ലൊക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം ഇയർ, പിന്നെ സിറ്റി പറയണം, പിന്നെ എന്ത് പറയണം? മന്ത് പറയണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ പറഞ്ഞാലേ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ കിട്ടുള്ളൂ. ഇനി നേരത്തെ നമ്മളൊരു 2 ഡയമെൻഷണൽ അറേൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം റോ പറയണം, അതേപോലെ തന്നെ കോളം പറയണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ മൾട്ടി ഡയമെൻഷണലാണ്, അല്ലെങ്കിൽ വി ക്യാൻ സ്പെസിഫിക്കലി നമുക്ക് പറയാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 3 ഡയമെൻഷണലാണ്. ദിസ് ഇസ് നോട്ട് 2 ഡയമെൻഷണൽ. ഇത് എത്രയാണ്? 3 ഡയമെൻഷണലാണ്. എന്തൊക്കെയാണ് 3 ഡയമെൻഷൻസ്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ദ 3 ഡയമെൻഷൻസ്. സോ ദിസ് ഇസ് എ 3 ഡയമെൻഷണൽ അറേ. സോ ഒരു ലൊക്കേഷനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 സബ്സ്ക്രിപ്റ്റുകൾ, 3 സൈസുകൾ പറഞ്ഞാൽ മാത്രമേ ഒരു ലൊക്കേഷനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് 120 എലമെൻസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇൻ ദിസ് അറേ കോൾഡ് സർവേ എന്ന് പറയുന്ന അറേയിലേക്ക് ഈ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ അനദർ എക്സാമ്പിൾ, ഫ്ലോട്ട് ടേബിൾ. നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്, അതിൻ്റെ നെയിമാണ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സൈസ് 1, ഫസ്റ്റത്തെ സൈസായിട്ട് 5 എന്ന് കൊടുത്തു, സെക്കൻഡ് സൈസായിട്ട് 4 എന്ന് കൊടുത്തു, തേർഡ് സൈസായിട്ട് 5 കൊടുത്തു, ഫോർത്ത് സൈസായിട്ട് 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് എത്ര ഡയമെൻഷണൽ അറേയാണ്? 4 ഡയമെൻഷണൽ അറേയാണ്. കാരണം ഇവിടെ എത്ര സൈസ് ഉണ്ട്? സൈസ് 1, സൈസ് 2, സൈസ് 3, സൈസ് 4, 4 സൈസുകളാണുള്ളത്. ടോട്ടൽ എത്ര എലമെൻറ്റ്സിന് നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? 5 × 4 × 5 × 3, അതായത് 300 എലമെൻറ്റ്സിനെയാണ് നമുക്ക് ടേബിൾ എന്ന് പറയുന്ന ഒരു 4 ഡയമെൻഷണൽ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഈ കംപ്ലീറ്റ് ലൊക്കേഷൻസും, ഈ കംപ്ലീറ്റ് 300 ലൊക്കേഷൻസിലും നമുക്ക് എന്ത് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. അതാണ് പറഞ്ഞത്, അറേ ക്യാൻ ഓൺലി സ്റ്റോർ സിമിലർ ഡാറ്റ ഐറ്റംസ്. ഒന്നിൽ ഇൻറ്റും, ഒന്നിൽ ഫ്ലോട്ടും, ഒന്നിൽ ക്യാറും, ഒന്നിൽ ഡബിളും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിലും ഫ്ലോട്ട് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർ ടൈപ്പ് ഡാറ്റ മാത്രമേ നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ സെമിക്കോളൻ ഇട്ടു. സോ ടേബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേര് കൊടുത്തതാണ്. വി ക്യാൻ ഗിവ് എനി നെയിം, ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. സോ ഇത് വേറൊരു എക്സാമ്പിളാണ്, മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻ്റെ വേറൊരു എക്സാമ്പിളാണ്. അപ്പോൾ മൾട്ടി എന്ന് പറയുമ്പോൾ ഇത് സ്പെസിഫിക്കലി പറഞ്ഞാൽ ഇത് എത്ര ഡയമെൻഷണലാണ്? 4 ഡയമെൻഷണൽ അറേയാണ്, 4 സൈസുകളാണ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൽ കൂടുതലായിട്ട് കോംപ്ലക്സ് ഇതിലേക്ക് നമ്മൾ വരുന്നില്ല. സോ ഇതാണ് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേൻ്റെ ഡിക്ലറേഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എങ്ങനെയാണ് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ഇനി അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇനി പോകുന്നില്ല. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി മൾട്ടി ഡയമെൻഷണൽ അറേൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിക്കഴിഞ്ഞാലും ഓൾറെഡി നമ്മളിപ്പോൾ 1 ഡയമെൻഷണൽ അറേയും 2 ഡയമെൻഷണൽ അറേയും പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടി ഡയമെൻഷണൽ അറേൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ 1 ഡയമെൻഷണൽ അറേ, 2 ഡയമെൻഷണൽ അറേനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് മൾട്ടി ഡയമെൻഷണൽ അറേൻ്റെ ഡിക്ലറേഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, so I think you understood the topics in this particular video. So that's all in this video. Thank you so much.